12 മാസം വരെ ലൈവിൽ ഉണ്ടാവും. 3 വർഷം ഓൾറെഡി വാറണ്ടി ഉണ്ട്. നമുക്ക് 12 മാസത്തിൽ ഒരു ദിവസം മുന്നോ 2 ദിവസം മുന്നോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. സർവീസ് കറക്റ്റ് പോയാൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വണ്ടി ഫുള്ള് സർവീസ് കറക്റ്റ് പോയിട്ടുണ്ട്. ഓരോ പൈസക്ക് ഉള്ളതുകൊണ്ട് ഒരു വാങ്ങിണ്ടാവും. പക്ഷെ എന്താണ് കേസ്, ഇടി സേഫ്റ്റി ഇല്ല. നമ്മളെ തടിക്കാണ് ഫുൾ പൈസ. നമ്മളെ തടി ഉണ്ടായിട്ട് നമ്മളൊക്കെ വാങ്ങി. നമ്മളെ തടിക്കാണ് ഫുൾ പൈസ, നമ്മളെ മൈൻഡാണ് ഫുൾ പൈസ. ഈ മൈൻഡും തടിയാണ് നമ്മളൊക്കെ വാങ്ങിയത്. അപ്പോൾ നമുക്ക് വേണ്ടി നല്ലത് ഉപയോഗിക്കുക. ഇത് 1.5 ഇത് 1.5 അല്ലേ? ഇത് 1.5 1500 cc. അതല്ല 1.45 4 സിലിണ്ടർ അല്ലേ ഇത്? 4 സിലിണ്ടർ. നിങ്ങൾ 3 സിലിണ്ടർ പറഞ്ഞപ്പോഴാണ് 2017 ലോഡ്ജ് സ്റ്റെപ്പ് വേ എന്ന് പറഞ്ഞ മോഡൽ. സ്റ്റെപ്പ് വേ 85 110 ഉണ്ട്. ഇത് 85 ഇഞ്ചിൽ ടോപ്പ് ആൻഡ് ഓപ്ഷൻ XL-D ഓപ്ഷൻ സ്റ്റെപ്പ് വേ ആണ് ഏറ്റവും ലിമിറ്റഡ് എഡിഷൻ വണ്ടി. എല്ലാവർക്കും നമസ്കാരം. ജംഷീർ ഖാന്റെ കൂടെ നമ്മുടെ അടുത്ത വീഡിയോ നമസ്കാരം. നമ്മൾ ഈ മാസം രണ്ടാമത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ. ഫസ്റ്റ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തില്ലേ? പിന്നെ വണ്ടി കുറച്ച് വണ്ടി സ്റ്റോക്ക് ഉണ്ട്, അപ്പം കൂടി ചെയ്യാതിരിച്ച്. ലൊക്കേഷൻ വരുന്നത് സിറ്റി കാസാണ് ഷോറൂമിന്റെ പേര്. കോഴിക്കോട് മീൻചന്തക്ക് അടുത്തായിട്ട് അല്ലേ? അതെ, കോഴിക്കോട് മീൻചന്ത ടൗണിൽ തന്നെ. നിങ്ങൾ മിനി ബൈപ്പാസിൽ കോഴിക്കോട് ഭാഗത്ത് വരുമ്പോൾ അവസാനത്തെ ഷോറൂം, സെക്കൻഡ്സ് കാരണം അവസാന ഷോറൂമാണ്. വരുമ്പോൾ കുറേ ഷോപ്പ് കാണാം. ഇവിടത്തേക്ക് വരുന്ന ആൾക്കാർ കേട്ടെ വന്നിട്ട് അങ്ങോട്ട് പോയിക്കോളി കേട്ടോ. ചിലത് ലാസ്റ്റ് ആയോണ്ടേ തുടങ്ങും ഫസ്റ്റ് ഇനി അവിടെ ഷോപ്പ് വന്നപ്പോൾ ലാസ്റ്റ് ആയി. അപ്പോൾ വരുമ്പോൾ ലാസ്റ്റ് ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പ്. ഹോൾസെയിൽ നല്ല ലാഭം എടുക്കില്ല, പൊട്ടിച്ചു വിടുക. ഇന്നത്തെ സ്പെഷ്യൽ SUV കാറ്റഗറി വാഹനങ്ങളാണ് കൂടുതൽ കാണുന്നത് അല്ലേ? അതെ അതെ. വോക്സ്വാഗൺ ടൈഗൂൺ, ടാറ്റ ഹാരിയർ, BMW X1, കിയ സെൽറ്റോസ്, കിയ സോണറ്റ്, പിന്നെ മഹീന്ദ്ര മറാസോ, അങ്ങനത്തെ ഐറ്റംസുള്ള വണ്ടികളാണ് കാണിക്കുന്നത്. ചെറുവണ്ടികൾ കാണിക്കുന്നുണ്ട് 1-2 എല്ലാം വളരെ താത്തിയുള്ള വിലയാണ്. ഒരുപാട് ലാഭം എടുക്കാണ്ട് മാക്സിമം മുട്ടിച്ചുള്ള വിലകളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാർഗൻ ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒരുപാട് ബാർഗൻ ചെയ്ത് ദയവായി പ്ലീസ് ബാർഗൻ ചെയ്തോളൂ. പക്ഷെ മുട്ടി ചോദിക്കുമ്പോൾ തരാം. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എത്രയല്ലോ ചോദിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചവരൊക്കെ എല്ലാ വണ്ടികളും പോയി. ഞാൻ മറാസ 3 കാണിച്ചു, 2 വണ്ടിയിൽ പോയി. ഒരുപാട് വില ചോദിക്കുന്നില്ല, ചെറിയ വില ചോദിക്കുന്നുള്ളൂ. അപ്പോൾ മുട്ടിച്ചുള്ള വില ചോദിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതൽ കമന്റ് ഒരുപാട് കഥ പറയണ്ട, വണ്ടി കാണിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് കഥ പറയണ്ട, വണ്ടി കാണിച്ചാൽ. ഓക്കെ ബൈ. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു വലുത് നമ്മൾ തുടങ്ങാം. അതെ, BMW X1 ആണ്. പഴയ ഷേപ്പാണ് അല്ലേ? അതെ, BMW X1 പഴയ ഷേപ്പല്ല, ഏറ്റവും പുതിയതല്ല, ഏറ്റവും പുതിയ 22 വന്ന മോഡലല്ലേ. അത് മാറി അതിൽ വെച്ച് ന്യൂ ഷേപ്പ്. ഇത് 13, 14 കഴിഞ്ഞിട്ടുള്ള 15, 16 കഴിഞ്ഞിട്ടുള്ള ന്യൂ ഷേപ്പ്. പിന്നെ എന്ത് ന്യൂ ഷേപ്പ് ആയാലും BMW സംബന്ധിച്ചോളം ഫേസ് മാറുന്നില്ല. ഒന്നിച്ചിരി വലിപ്പം കൂടുക. 66 എണ്ണം വേണം. 66 ലക്ഷം വേണം. സെക്കൻഡ്സിൽ വല്ല സാധനവും ഇല്ല, വളരെ കുറവാണ്. ചോദിക്കുന്നൊക്കെ ഒരു 50 ഉറുപ്പിക വയ്ക്കുന്ന വണ്ടിയുള്ള വണ്ടികളുള്ളൂ. ഇത് 2018 മോഡല്. പിന്നെ X-Line എക്സ്പെർട്ട് എഡിഷൻ എന്നുവെച്ചാൽ സൺറൂഫ് ഇല്ലാത്ത മോഡല്. BMW X1 സൺറൂഫ് ഇല്ലാത്ത മോഡല്. കോഴിക്കോട് രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, ഫാൻസി നമ്പർ കാണിച്ച് സാധാരണ വീഡിയോ ചെയ്യല്. നമ്പർ കാണിക്കില്ല. നമ്പർ കാണിച്ച് ഭയങ്കര പുകലാടാ. കഴിഞ്ഞ ട്രിബർ ആയിക്കോട്ടെ, മറാസ് ആയിക്കോട്ടെ, അതൊക്കെ കസ്റ്റമറെ വിളിച്ചിട്ട് നമ്മളിത് ഒരു വണ്ടി വാങ്ങി വരുമ്പോൾ നമ്മളെ 18ാമത്തെ അടവ് ഇട്ടിട്ട് നമ്മൾ വാങ്ങി കൊണ്ടുവരിക. അടവ് ഈ RC കൈവിട്ട് തരാൻ പ്രയാസമായിരിക്കും. ഈ പല ഡീലർമാർ വാങ്ങിയിട്ട് നേരെ ഡീലർ കൊടുക്കുന്ന പരിപാടി. അത് കാരണം നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിയാൽ അനന്തര കസ്റ്റമർക്ക് കൊടുക്കുന്നുള്ളൂ, അത് ഡീലർ കൊടുക്കുന്നില്ല. അത് കാരണം പേര് മാറിയിട്ട് വണ്ടി കൊടുക്കുകയുള്ളൂ. ഈ പേര് മാറി കിട്ടാൻ വേണ്ടി നമ്മൾ പല ആൾക്കാരോട് വിളിപ്പിച്ചിട്ടും കയ്യും കാലം പിടിച്ചിട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടിരാം. ചില സമയത്ത് നമ്മൾ 30 ദിവസം സമയം പറഞ്ഞപ്പോൾ 40 ദിവസമൊക്കെ ബുക്കാൻ. അപ്പോൾ സമയത്ത് ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ പല ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ച് നിർത്തൽ നിർബന്ധം. പഴയ പോലെയല്ല, പേര് മാറാൻ OTP വേണം. ഇവരോട് 1-2 പേർ തെറ്റിക്കഴിഞ്ഞാൽ OTP കിട്ടൂല. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഞാൻ നമ്മളെന്താ വെച്ചാൽ പച്ച നമ്മൾ അറിയാലോ, ഓപ്പണാ ഫുള്ള്. ഹൈഡിങ്ങിന്റെ പരിപാടി ഇല്ല, ഉള്ള ഫുള്ള് ഓപ്പൺ ആണ്. നമ്മൾ ഓവർ ഓപ്പൺ ആയിട്ടാണ് ഈ നമ്പർ ബോർഡ് വെച്ച് കാണിക്കുന്നത്. ഈ നമ്പർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ പോലീസുകാരൻ മാത്രം മതി. ഒരു അറിയുന്നൊരു പോലീസുകാരനെ വിളിച്ച് സാറേ ഈ നമ്പർ നിർത്തി വന്നാൽ 2 മിനിറ്റ് കൊണ്ട് മുമ്പ് നമ്പർ എടുത്തിരും. അങ്ങനെ ഡയറക്റ്റ് ഈ കസ്റ്റമറെ വിളിച്ച് നോക്കിയാൽ എത്രയാണ് കൊടുത്ത്, എങ്ങനെയാണ് കൊടുത്തത്, അപ്പം വിളി കസ്റ്റമർ. എല്ലാം ഷെയർ വണ്ടി വിട്ടില്ല, പേര് മാറില്ല, എത്രയൊക്കെ കൊടുത്ത് എങ്ങനെ കൊടുത്തതൊന്നും പ്രശ്നമില്ലേക്ക് ആക്കെ ചോദിച്ചോട്ടെ. പിന്നെ നമ്മളൊരു തിരുവനന്തപുരം വിളിച്ചിട്ട് പേര് മാറുന്ന കേസും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് നമ്പർ മാസ്കിൽ കാണിക്കുന്നത്. ഫാൻസി നമ്പറാണ്, ഹൈ നമ്പറാണ്. ടോപ്പ് നമ്പർ കോഴിക്കോട് രജിസ്ട്രേഷൻ. 26 ലക്ഷം റുപ്യ ചോദിക്കുന്നത്. 2018 BMW X1 എക്സ്പെക്ട് എഡിഷൻ ആണ് വരുന്നത്. 26 ലക്ഷം. അന്ന് ഇറങ്ങുമ്പോൾ ഇതിന് ഈ വണ്ടി സൺറൂഫ് ഇല്ലാത്ത വണ്ടി 2018 ഇറങ്ങുമ്പോൾ അതിന് ഒരു 42 ലാക്സിന്റെ ആ റേഞ്ചിൽ ഓൺ റോഡ് വില വരും. 42 ലാക്സ് ഓൺ റോഡ് വില വരും. കേരള വണ്ടിയാണ്. റീ വണ്ടി ചിലപ്പോൾ ഇതിനും വില കുറച്ച്. അതെ, ഓൾഡ് ഷേപ്പ് വണ്ടിയാണ്. 50 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അതിൽ 4x4 പനോരമിക് സൺറൂഫ് വരുന്ന വണ്ടി എന്ന് ഇറങ്ങിയത് 50 റുപ്യ ലെവലിലാണ്. ഇത് കുറഞ്ഞ വണ്ടി കാരണം 42-43 ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് വില ഉണ്ട്. അന്ന് വില ഉണ്ട്. 26 ലക്ഷം രൂപ വില ചോദിക്കുന്നു. ഒരു 24 ലക്ഷം വരെ ലോൺ കിട്ടും. അത്യാവശ്യം നല്ലൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റും IT ഉള്ള ആളാണെങ്കിൽ സുഖമായിട്ട് ലോൺ പാസ്സാവും. വേറൊരു കാര്യം കൂടെ,
BMW ഒരു SUV സെഗ്മെന്റ്, കോമ്പാക്ട് SUV സെഗ്മെന്റ് എന്ന് പറയാൻ പറ്റുന്നതിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ്. മൈലേജ് 15ന്റെ മുകളിൽ എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ മൈലേജിന്റെ കാര്യം പറയുമ്പോൾ അതും കൂടി പറയണം. കാരണം കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഒരാൾ വന്ന് കമന്റ് അടിച്ചു, ഇതിന് എന്തിനാ ഇങ്ങനെ മൈലേജ് വെക്കുന്നു, ഉളുപ്പില്ലെന്ന് ചോദിച്ചൊരു കമന്റ്. ഞാനത് കണ്ടു, അത് കണ്ടു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ മൈലേജ് ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ 100 പേര് വന്ന് കമന്റ് ചെയ്യും. എന്താ മൈലേജ് ചോദിക്കാത്തത്? പ്രീമിയം ആയാലും സെമി പ്രീമിയം ആയാലും സാധാ വണ്ടികളായാലും പിന്നെ ആൾക്കാർ ഇപ്പോൾ ഒരു പൈസക്കാരെ വണ്ടിയിലെ ഓടിക്കുന്നല്ലേ, ഏത് പൈസക്കാരനായാലും പൈസ പണിയെടുത്തിട്ടേ കിട്ടുള്ളൂ. ഓനും നോക്കിയിട്ട് ഡീസൽ അടിക്കുള്ളൂ, പെട്രോൾ അടിക്കുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് വരുമാനമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ മിനിറ്റിൽ വരുമാനമുള്ള യൂസുഫ് അലി സാറ്, പിന്നെ നമ്മൾ അഹമ്മദ് മലബാർ കൊണ്ടാകുമ്പോൾ കോലമാരുടെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും ശ്രദ്ധിക്കുക. അല്ലാത്ത ഒരു വിധം പൈസക്കാർ, കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർ നോക്കൂല. സാധാരണ കോടീശ്വരന്മാരും കുറെയൊക്കെ വിരലൊക്കെ ആൾക്കാരുണ്ട്. അതൊന്നും പറയണ്ട, നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്. അത് പേരെടുത്ത് പോലെ 100 പേജിന്റെ പുസ്തകം വേണം എഴുതണമെങ്കിൽ അത് കുട്ടാളി. അപ്പോൾ 26 കിലോമീറ്റർ 26 ലക്ഷം രൂപ വില, ഒരു 15 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. ഒരു 24 ലക്ഷം വരെ ലോൺ കിട്ടും. കൂടുതൽ കഥ പറയല്ലോ, നമ്മൾ കഥന്റെ ആളായി പറഞ്ഞു പോവാണ്. അപ്പോൾ വണ്ടി മാക്സിമം കാണിക്കും. ഓക്കെ, അത്രയാണ്. അടുത്ത ടൈഗൂൺ ആണ്, ഫോക്സ്വാഗൺ ടൈഗൂൺ. ഇതിന്റെ നമ്പർ പ്ലേറ്റ് എന്താ പുതുക്കാൻ വേണ്ടി? നമ്പർ പ്ലേറ്റ് നമ്മൾ ഓൾറെഡി പിന്നെ RTO ലെവലിൽ ഒരു നമ്പർ ബോർഡ്, സാധാരണ നമ്പർ ബോർഡ് ഉണ്ടാവും. ഒരു പ്ലേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പ്രീമിയം വണ്ടി അതുകൊണ്ട് ഒരു ബോക്സ് ഒക്കെ അടിച്ചാൽ ഫാൻസി നമ്പറിന് വേണ്ടി നമ്പർ ബോർഡ് അയച്ചാൽ അപ്പോൾ കിട്ടും നമ്പർ ബോർഡ്. അപ്പോൾ നിങ്ങൾ സാധാരണ വീഡിയോ കാണിക്കുമ്പോൾ വണ്ടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്പർ ബോർഡ് എത്തും. അപ്പോൾ വെച്ച് കാണിക്കാം, എന്നാൽ നമ്പർ കാണിക്കൂല. അതെ, എല്ലാ വണ്ടികളും ഒറിജിനൽ കേരള വണ്ടിയാണ്. രജിസ്ട്രേഷനോ പിന്നെ ഡൽഹി, ബോംബെ ആ വണ്ടിയൊന്നും ചെയ്യുന്നില്ല. എല്ലാ വണ്ടിയും കേരള വണ്ടിയാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം 1 or 2 ഓണർഷിപ്പ്. ഇപ്പോൾ കാണിച്ച BMW 1 ആണ്. ഇതും അതേപോലെ തന്നെ ഒരു ഓണറാണ്. 2021 മോഡൽ ടൈഗൂൺ ഹൈലൈറ്റ് മാനുവൽ TSI ടർബോ. TSI ടർബോ എന്ന് പറഞ്ഞാൽ 1.5 1.5 ഇല്ല, 1.0 TSI എന്ന് പറഞ്ഞാൽ ടർബോ ആണ്. 1000 cc ടർബോ ഉള്ള വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. അല്ല, ഇതിൽ 1.5 വന്നിട്ടില്ല. 1.5 GT ലൈൻ ആണ്. GT ലൈൻ മാത്രമേ 1500 cc DST ഗിയർ ബോക്സ് വരുന്നത്. ഇത് മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. 6 സ്പീഡ് 4 സിലിണ്ടർ ടർബോ എഞ്ചിൻ. ഒരു ഡൗട്ടും കൂടെ, ഇതിൽ മാനുവലി ടർബോ ഇല്ലാണ്ട് ഇറങ്ങിയോ? കംഫർട്ട് ലൈനിൽ ടർബോ ഇല്ലാണ്ട് ഇറങ്ങിക്കുന്നത് മിഡിൽ ഓപ്ഷനിൽ. ഇത് ഹൈലൈൻ ആണ്. 1.0 ടർബോ 6 സ്പീഡ് ഗിയർ ബോക്സ്. പിന്നെ വലിനെ പറ്റി പേടിക്കണം, സൂപ്പറാണ്. വലി ഒക്കെ ഗുഡാണ്. പിന്നെ 1000 cc വെച്ചിട്ട് 1000 cc വാഗണറിന് 1000 cc അൾട്ടോക്ക് ആ കൺഫ്യൂഷൻ വേണ്ട. വിത്ത് ടർബോ ആണ്. പൊരിഞ്ഞ വലിയാണ്, സൂപ്പറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും ഉണ്ട്. പിന്നെ വിലയും കുറവാണ്. നല്ലൊരു പ്രീമിയം വണ്ടി എടുക്കണമെങ്കിൽ ഈ വണ്ടി 17 ലക്ഷം രൂപയാണ് ഈ വണ്ടിൻ്റെ പുതിയതിൻ്റെ വില. ഈ വണ്ടിക്ക് സിറ്റി കാർ ചോദിക്കുന്നത് 12.5 ലക്ഷം രൂപയാണ്. ഈ 12.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 11.5 ലക്ഷം വരെ ലോണും കിട്ടും. യാതൊരുവിധ ആക്സിഡൻറ്റോ റീപ്ലേസോ ക്ലെയിമോ ഒന്നുമില്ല. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? കമ്പനി വാറണ്ടി 21 22 23 24 12 മാസം വരെ ലൈവിലുണ്ടാവും. 3 വർഷം ഓൾറെഡി വാറണ്ടി ഉണ്ട്. നമുക്ക് 12 മാസത്തിൽ ഒരു ദിവസം മുന്നോ 2 ദിവസം മുന്നോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. സർവീസ് കറക്റ്റ് പോയാൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വണ്ടി ഫുള്ള് സർവീസ് കറക്റ്റ് പോയിട്ടുണ്ട്. 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. യാതൊരുവിധ ആക്സിഡന്റോ റീപ്ലേസോ ഇല്ല. വണ്ടി ഫുൾ ഗുഡ് ക്വാളിറ്റി. ഇത് 1 ലിറ്റർ ടർബോ ആയാലും മൈലേജും കൂടെ 1 ലിറ്റർ ടർബോ കമ്പനി പറയുന്നത് 19 ആണ്. നമ്മൾ പറയുന്നത് 15 ആണ്. ഒരു ശരാശരി 15 കിട്ടുന്ന പെട്രോൾ വണ്ടികൾ ഉണ്ടാവുള്ളൂ. ഹൈവേ റേഞ്ചിലൊക്കെ പെട്രോൾ വണ്ടി വരുന്ന സമയത്ത് ചിലർ 20 കിട്ടിയെന്നൊക്കെ പറയും. സംഭവം എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. സംഭവം 15 എന്തായാലും ഞാൻ ഗ്യാരണ്ടി. പിന്നെ വണ്ടി നല്ല കംഫർട്ടാട്ടോ. ടൈഗൂൺ ഞാൻ ഫസ്റ്റ് എടുക്കുകയാണ്. ടൈഗൂൺ നമ്മൾ വണ്ടി എടുക്കുന്ന ഫസ്റ്റാണ്. വണ്ടിയിൽ യാത്ര ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ DST വണ്ടി വേറെ ആൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. DST വേറെ പെർഫോമൻസ് 1.5 പറയേണ്ട മാരക പെർഫോമൻസ് ആണ്. അതിന് വില 23 ലക്ഷം രൂപ വില വരുന്നുണ്ട്. അതിനെക്കാട്ടി എത്ര വില കുറഞ്ഞ വണ്ടി 17,000 വണ്ടിയാണത്. 12.5 കൊടുക്കുക. നല്ല വണ്ടിയാണ്. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യം കൂടി, വിലയൊക്കെ മുട്ടിച്ചാണ് ചോദിക്കുന്നത്. ഒരുപാട് ലാഭം എടുക്കണമെങ്കിൽ സത്യസന്ധമായി പറയാം, മുട്ടി ചോദിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ലോൺ എത്ര കയറില്ലേ? ലോൺ 11.5 12 വരെ ലോൺ കിട്ടും. അപ്പോൾ ഒരു 50,000 1 ലാഖ് ഇറക്കാൻ പറ്റും. നല്ല ബാങ്കിങ് ഉള്ള ആളാണ്. ഒരു പൈസ ഇറക്കണ്ട, ലോൺ കിട്ടും. എല്ലാവരും ഫുൾ ലോൺ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം ബാങ്കിങ് അല്ലെങ്കിൽ അതിന് മുന്നേ ട്രാക്ക്. നമ്മളൊരു അൾട്ടോ കാറ് 2 ലക്ഷം ലോൺ എടുത്തിട്ട് നേരെ നമ്മൾ 15 ലക്ഷം രൂപ ആ ട്രാക്കിൽ കാര്യമില്ല. നമ്മളൊരു 5 ലക്ഷം രൂപയുടെ വണ്ടി ഉപയോഗിച്ച് ഒരു ഹോണ്ട സിറ്റി അല്ലെങ്കിൽ ഒരു വെർണ അതിന് ട്രാക്ക് വെച്ച് നമ്മൾ 15 ലക്ഷം രൂപയുടെ വണ്ടി കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് പാസ്സാവും. അല്ല നമ്മളൊരു അൾട്ടോ 800 ഉപയോഗിച്ചിട്ട് നേരെ 15 ലക്ഷത്തിന് വണ്ടി കൊടുത്താൽ ചിലപ്പോൾ പാസ്സായിക്കോണമെന്നില്ല. എമൗണ്ട് കുറയും. അപ്പോൾ നമ്മൾ ഒരു കഴിവ് കുറവല്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, ഡൗൺ പേയ്മെൻറ്റ് കൂട്ടിയിട്ട് ഇടാൻ നോക്കുക. പിന്നെ ചെറിയ കേസിനൊക്കെ വെറുതെ ഈ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തലവേദന വരുത്തേണ്ട ആരും. അപ്പോൾ പറ്റുന്നവർ എടുത്താൽ മതി. ഇതിനാ ഞാൻ എപ്പോഴും പറഞ്ഞ മതി തന്നെ. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഒരു പ്രീമിയം സെഗ്മെന്റ് തന്നെയാണ് ലാൻഡ് റോവറിന്റെ ഫ്രീ ലാൻഡർ ആണ്. അതെ, ലാൻഡ് റോവറിന്റെ ഫ്രീ ലാൻഡറിൽ
പിന്നെ HSC ആണ് 302 HSC. അത് പിന്നെ വരുന്ന SE വരുന്നുണ്ട്, HSC വരുന്നുണ്ട്. HSC എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇത് അന്നത്തെ എക്സ് ഷോറൂം പ്രൈസ് 44 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസ് ഉണ്ട്. ഓൺ റോഡ് ഒരു ഏകദേശം ഒരു 55 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. പിന്നെ ഈ കേസ് നമ്മൾ എടുക്കാത്ത കേസുകളാണ്. ഇത് ഫ്രീലാൻഡറിൽ നമ്മൾ എടുക്കില്ല. എടുത്ത് നമ്മൾ 5 വർഷം മുന്നേ സാധനം എടുത്ത് നമ്മൾ ചെയ്തിനി. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ 4 ഓണർ 5 ഓണർ 1.5 ഓടി 2 ലക്ഷം ഓടിയത് 1.25 ഓടി. ഇത് വെറും 50,000 കിലോമീറ്റർ ഓടിയ കോഴിക്കോട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ ഇറക്കി ഓണർ കഴിയുന്നതുകൊണ്ട് മാത്രം എടുത്താണത്. മോഡൽ ഏതാ? 2012 മോഡൽ വെറും 50,000 കിലോമീറ്റർ ഓടി വണ്ടി. ഞാൻ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കി, ഓൾ ഓവർ ഇന്ത്യ ലെവലിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. തള്ളലല്ല കേട്ടോ, ഞാൻ OLXലാട്ടോ സെർച്ച് ചെയ്ത് ഒരു വണ്ടി ഉണ്ടോ നോക്കാൻ. അപ്പോൾ ഒരു വണ്ടി പോലും 50,000 ഓടി വണ്ടി ഇല്ല. 2-3 ഓണറാത്ത വണ്ടി ഇല്ല. സിംഗിൾ ഓണർ. ഈ 50,000 ഗ്യാരണ്ടി ഇപ്പോഴും കമ്പനി സർവീസ്. മുത്തൂറ്റിൽ സർവീസ് സെന്റർ കൊച്ചിയിലുള്ളത്. ഇവിടെ വീക്കിലി സൺഡേയിൽ വന്നാൽ പിന്നെ വെസ്റ്റിൽ ഒരു സർവീസ് ഒരു വണ്ടി വരും. അത് വന്നാൽ സർവീസ് ചോദിച്ചാൽ സർവീസ് ആയിട്ട് ഒരു പോവാ ചെയ്യുക. അല്ലെങ്കിൽ ഇവർ വന്നിട്ട് ഡ്രൈവർ വിട്ട് വണ്ടി എടുക്കുന്ന പരിപാടി. മുത്തൂറ്റിലാണ് സർവീസ്. ഇപ്പോഴും മുത്തൂറ്റിൽ ആ സർവീസ് 50 സർവീസ് ഓൾറെഡി 3 മാസം മുന്നേ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് പാഡ് വരെ പുതിയതാണ്. പിന്നെ ഓഫ് റോഡിലായിക്കോട്ടെ ഓൺ റോഡിലായിക്കോട്ടെ വണ്ടി ഒരേ സെയിം പെർഫോമൻസ്. ഓഫ് റോഡിലാണെങ്കിലും വണ്ടി കംഫർട്ടാണ്, ഓൺ റോഡിലായാലും കംഫർട്ടാണ്. ഇതിനെ ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് റാംഗ്ലർ ഉണ്ട്, പജറോ സ്പോർട്ട്, പജറോ അത്ര വില കമ്പയർ ചെയ്യാൻ പറ്റിയ 4 വീൽ ഡ്രൈവ് വണ്ടികൾ. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്മൂത്താണ്. കാർ ടൈപ്പാണ്, XUV ആണ്. ഡ്രൈവ് കംഫർട്ടാണ്. 50,000 ഓടിയിട്ടുള്ള ഒരു പ്രീമിയം കാറ്. പിന്നെ റെഡി ക്യാഷിനൊക്കെ ഒരുപാട് മുടക്കാണ്ട് ഒരു ലോ കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ആയിട്ടുള്ള നല്ലൊരു വണ്ടി ഇറക്കാൻ പറ്റിയ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 15 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 15 ലക്ഷം 2012 50,000 കിലോമീറ്റർ മാത്രം ഓടിയ ഫ്രീലാൻഡർ HSC ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. യാതൊരുവിധ റീപ്ലേസോ ക്ലെയിമോ ഫ്ലഡോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഇല്ല. 4 ഗുഡ് ടയറാണ്. 15 ലക്ഷം രൂപ ID വരുന്ന ഇൻഷുറൻസ് ഈ വർഷം 9-ാം മാസം വരെ ഉണ്ട്. അപ്പോൾ എടുക്കുന്ന വാറണ്ടിക്ക് ഇനി സർവീസ് ചെയ്താൽ ഓടിച്ചാൽ മതി. സർവീസ് ഓൾറെഡി ചെയ്തല്ലോ, സർവീസ് ചെയ്ത് വെച്ചാൽ സർവീസ് 1000 കിലോമീറ്റർ പോലും വണ്ടി ഓടിച്ചില്ല. അതെ, 15,000 കുടുംബം. പിന്നെ ഫാൻസി നമ്പറാണ്, കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. നമ്പർ കാണിക്കുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വണ്ടി ഗുഡാണ്. പ്രൈസ് 15 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. പിന്നെ ബാങ്ക് ലോൺ വേണ്ടിട്ട് 12 മുതൽ ബാങ്ക് ലോൺ കിട്ടും. വർഷം കുറയും, 2 വർഷമൊക്കെ ലോൺ കിട്ടുള്ളൂ. അടുത്ത മറാസോ ആണ് KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് കഴിഞ്ഞ വണ്ടി KL 29 കൊടുത്തു. KL 29 പോയില്ല കഴിഞ്ഞ KL 29 കൊടുത്ത എൻ്റെ നാട്ടിലെ ഗ്രീൻ കൊടുത്ത് കൊടുവള്ളിയിലേക്ക്. വേറൊരു ഗ്രീനും കാണിച്ചില്ലായിരുന്നു, അത് കൊടുവള്ളിക്ക് കൊടുത്ത്. ഇത് വണ്ടി 2019 M4 ആണ്. അന്ന് കാണിച്ചത് നമ്മൾ M2 ആണ്. 2 വണ്ടി M2 ആയിരുന്നു. ഇത് ഏറ്റവും ബേസ് M2. M8 വരെ. ഇപ്പൊ M8 ഇല്ല, ഇപ്പൊ M6 പ്ലസ് വരെ ഉള്ളൂ. M8 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് M6 പ്ലസ് ആണ് ഇറങ്ങുന്നത്. ഈ വണ്ടി M4 എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ വില എപ്പോഴും പറയും, അന്നത്തെ വില ഞാൻ പറയില്ല. എൻ്റെ കയ്യിൽ സ്ഥാനത്തിന് ഇന്നത്തെ വില 18,80,000 രൂപ വില എന്ന വണ്ടിക്ക്. M4ന് 18,80,000 രൂപ ഇന്ന് വിലയാണ്. ഈ വണ്ടിക്ക് ഞാൻ ചോദിക്കുന്ന 8.25 10 ലക്ഷം കുറച്ചിട്ട് 8,75,000 രൂപയ്ക്ക് 2019 M4 50,000 കിലോമീറ്റർ ഓടി. ഇൻഷുറൻസ് പുതിയത് ഇപ്പോൾ മെഞ്ഞാന്ന് എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗം നല്ല ക്വാളിറ്റിയാണ്, റീപ്ലേസ് ഇല്ല, ക്ലെയിം ഇല്ല, നല്ല വണ്ടിയാണ്. അലോയ്സ് ഉണ്ടാവും, ബാക്കിയെല്ലാം ഉണ്ടാവും. സെറ്റ് ഉണ്ടാവും, സെൻട്രൽ AC ഉണ്ടാവും. നല്ല മറ്റേ M2 വരാനായിട്ട് കൂടി സീറ്റ് വരും, ബാക്ക് വൈപ്പർ വരും. മറ്റേ M2 കമ്പനി സെറ്റ് ഒന്നും വരില്ല, കമ്പനി സെറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. 7 സീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 50,000 കിലോമീറ്റർ റണ്ണിങ് ഉള്ളൂ. ഈ 8.25 ലക്ഷമാണ് വില. 8.25 മുഴുവനായിട്ടും ലോൺ കിട്ടും. ഇതിന് ഇന്നോവനേക്കാൾ മൈലേജ് കിട്ടും. മൈലേജ് എന്തായാലും മിനിമം 15 കിട്ടും, ഉറപ്പായിട്ടും. ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഈ സാധനം നമ്മൾ കുറേ വിറ്റിട്ടുണ്ട്. മിനിമം 15 കിലോമീറ്റർ കിട്ടും. കാരണം പറയാ 1500 cc, അർട്ടിഗനെ പോലെ തന്നെ 1500 cc ആണ്. പിന്നെ 120 bhp 120 bhp. അപ്പോൾ അതിനായിട്ടുള്ള വലിയ കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷേ വണ്ടി സ്മൂത്ത് ആയിരിക്കും. 1500 cc കാരണം ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഉണ്ടല്ല. ഒരു സാധാരണ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഫാമിലിക്കാണ് 7 സീറ്റർ വണ്ടി, വില കുറവിലും മൈലേജിലും ഒരു വണ്ടിയാണിത്. ഓക്കെ, കിയ സെൽറ്റോസ് ഇത് 2019 ഫുൾ ഓപ്ഷൻ HTX പ്ലസ്. 2019 ഇറങ്ങിയ സമയത്ത് ഡീസലിൽ ഫുൾ ഓപ്ഷൻ HTX പ്ലസ് ആണ് ഇറങ്ങിയ സ്റ്റാർട്ടിങ് സമയത്ത്. 20 വരുമ്പോൾ GT ലും വരുന്നുണ്ട്. HTX പ്ലസിനാണ് 20 ഒന്നും GT ലും വരുന്നത്. പക്ഷേ GT ലും കുറച്ച് വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും GT ലിന്റെ ചെറിയ ബാഡ്ജിങ്, സ്റ്റിയറിംഗിന്റെ മുകളിൽ ചെറിയ ബാഡ്ജിങ്. പിന്നെ GT ലേക്ക് വരുമ്പോൾ കളർ മാറും, സീറ്റിന് കളർ ബ്ലാക്കാ വരുന്നത്. അതാണ് ആ വ്യത്യാസം. പിന്നെ ബാക്കി അന്ന് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ GT ലിൽ ഇപ്പം ഉണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതിന്റെ പിന്നെ 6 എയർ ബാഗ്, സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ. പിന്നെ അലോ വീൽസിന്റെ കളർ ഗ്രേ കളർ ആയിരിക്കും. മറ്റേതൊരു പൂ പോലത്തെ ഡയമണ്ട് അലോ വീലാണ് വരിക GT ലിൽ. ഇത് 19 നവംബർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. HTX പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്.
പിന്നെ നമ്മൾ ഇതിൻ്റെ ചോദിക്കുന്ന വില 13 ലക്ഷം രൂപയാണ്. 1,20,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് പോയ വണ്ടിയാണ്. ഈ സെയിം സാധനം ഒരു 50,000 ഓടി വണ്ടിയാണെങ്കിൽ 16.5 ലക്ഷം രൂപയെ കുറച്ച് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടൂല. 16.5 ലക്ഷം രൂപ കൊടുക്കാണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് വാങ്ങാൻ കിട്ടൂല. ഇനി നമ്മൾ ചോദിക്കുന്നത് 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം 2019 ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ടോർക്ക് കൺവെർട്ടർ ആണ് ഗിയർ ബോക്സ് വരുന്നത്. അതെ, അല്ല ഇത് ഫുള്ളി ടോർക്ക് കൺവെർട്ടർ. മറ്റേലാകുമ്പോൾ ഡ്യൂൾ ക്ലച്ച് DCT ആണ് വ്യത്യാസമുണ്ട്. പിന്നെ വണ്ടി വന്നിട്ട് യാതൊരു ആക്സിഡന്റ് ഇല്ല. ഡീസൽ ഓട്ടോമാറ്റിക്കിന് എത്ര? ഡീസൽ ഓട്ടോമാറ്റിക്കിന് മിനിമം 15 1500 cc ഡീസൽ ഇഞ്ചിന് മിനിമം 15. ലോങ്ങിൽ 18 to 20 കിട്ടുന്ന വണ്ടിയുണ്ട്. 15 എന്തായാലും ഞാൻ ഗ്യാരണ്ടി. 13 ലക്ഷം 13 ലക്ഷം ഈ തുക മുഴുവൻ ലോൺ കിട്ടും. മൊത്തം കിട്ടും. ഒന്നും ചോദിക്കുന്നില്ല കൂടുതൽ. പിന്നെ കോഴിക്കോട് വണ്ടിയാണ്, നല്ല നമ്പറാണ്. നമ്പർ കാണിക്കൂല. സെൽട്ടോസിന്റെ അനിയൻ വന്നു, കിയ സോണറ്റ് KL11 രജിസ്ട്രേഷൻ, 2021 മോഡല് കിയ സോണറ്റ് പെട്രോൾ ഓട്ടോമാറ്റിക്. IMT അല്ല, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പിന്നെ DCT ഗിയർ ബോക്സ് വരുന്നത്. 30,000 കിലോമീറ്റർ ഓടിയ HTK പ്ലസ് ആണ്. അന്നത്തെ 13 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് നല്ല 10,75,000 രൂപ. ഇതിന്റെ വാറണ്ടിയോ കഴിഞ്ഞിട്ടുണ്ടാവോ? ഇതിന് 2021 അല്ലേ, 26 വരെ വാറണ്ടി ഉണ്ടാവും. 5 വർഷം കൊടുക്കും. 5 വർഷം. 2026 വരെ വാറണ്ടി ഉണ്ട്. 10,75,000 രൂപ നമ്മൾ ചോദിക്കുന്നു. മാന്യമായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കുക. ഓട്ടോമാറ്റിക് ആണ്. ഇതും കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ഇതിന്റെ മൈലേജ് എത്ര വരും? ഇതിന്റെ മൈലേജ് മാക്സിമം പോയ 15 താഴെയായിട്ട് കിട്ടുള്ളൂ. 10 15 അകത്തായിട്ട് 1 കിലോമീറ്റർ മൈലേജ് കിട്ടും. 10 ഞാൻ ഉദ്ദേശിച്ചത് 10 15 അകത്തായിട്ടുള്ള മൈലേജ് കിട്ടും. കമ്പനി പറഞ്ഞ 20 നമ്മളതൊന്നും പറഞ്ഞില്ല. അത് 1.0 ടർബോ എഞ്ചിനാണ് വരിക. അപ്പോൾ ഒരു ചെറിയൊരു കോമ്പാക്ട് SUV ആണ്. പിന്നെ നല്ല കളറാണ്, കിലോമീറ്റർ കുറവാണ്, മുടക്ക് കുറച്ച് ഓട്ടോമാറ്റിക് കാർ SUV ടൈപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്രേ ഉള്ളൂ. അടുത്തോണ്ടില്ല SUV മാറി പ്രീമിയം ഹാഷ് ബാക്കിലേക്ക് വന്നു. KL1 തിരുവനന്തപുരം വണ്ടിയാണ്. ഹാഷ് ബാക്ക് 2021 ആൾട്രോസ് ഡീസലാണ്. XT പ്ലസ് എന്ന വേരിയന്റ് ആണ്. XZ പ്ലസിന്റെ നേരെ താഴെയുള്ള XT പ്ലസ് വേരിയന്റ് ഇന്ന് വാങ്ങണമെങ്കിൽ 11,50,000 രൂപ വില വരുന്ന വണ്ടിയാണ്. ഈ വണ്ടി കിലോമീറ്റർ ഓടിയത് 40,000 കിലോമീറ്റർ ആണ്. ഞാൻ ഒരൊറ്റ ഒന്നോട്ടെ, ഈ ഇന്ന് വാങ്ങുന്ന വില നേരത്തെ പറയാതെ അത് പറഞ്ഞു. പക്ഷേ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, അന്നത്തെ വില എന്താ വെച്ചാൽ ഈ വണ്ടി 2021 ഇറങ്ങിയത്. 21, 22, 23 2 വർഷം മാറി. ഈ ഓരോ വർഷം മാർച്ച് വരുന്ന സമയത്ത് വണ്ടിന്റെ ടാക്സിലും മറ്റുള്ള ബില്ലിങ്ങിലും വ്യത്യാസം വരും. ആ സമയത്ത് എല്ലാ വണ്ടികളും ഈ ഇയർലി വണ്ടിക്ക് വില കൂടുന്നുണ്ട്. ഇപ്പോൾ ഇയർ എൻഡിൽ മാത്രമേ ഓഫറുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ജനുവരി കഴിഞ്ഞാൽ എല്ലാ ഓഫറുകളും കമ്പനി എടുത്ത് മാറ്റും. പിന്നെ ഫെബ്രുവരി വരുന്നതോടെ വണ്ടിക്കെല്ലാം വില കൂടുക ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കച്ചവടം ഇന്നത്തെ വില എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് വണ്ടിക്ക് വില പറയുന്നത്. ഈ കസ്റ്റമർ ഒരു ബെഞ്ചിൽ പോയിരിക്കുമ്പോൾ ഡെസ്കിൽ പോയിരിക്കുമ്പോൾ അയാളെ വീട്ടിൽ പോയിരിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കും ഇത്ര വില അല്ലേ എന്ന് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു ഗൂഗിൾ ചെയ്ത് ഓൺ റോഡ് പ്രൈസ് എന്നാൽ കറക്റ്റ് കിട്ടും. എക്സ്ഷോറൂം പ്രൈസ് അല്ലോട്ട് ഞാൻ പറയുന്നത്, ഓൺ റോഡ്. ഈ ഓൺ റോഡ് എക്സ്ഷോറൂമിൽ ഈ ടാക്സും ഇൻഷുറൻസും നമ്മൾ നടക്കണ്ടേ. അപ്പോൾ ആ പൈസ കൂട്ടിയാണ് വണ്ടിക്ക് വില ഇടുക. അപ്പോൾ ആൾ ചോദിക്കും ഇത്രയും വില അല്ലേ, അങ്ങനെയാണ് ഈ വണ്ടിക്ക് വില പറയുക. അല്ല ഈ വണ്ടി ഒരു മിനിറ്റ് പറഞ്ഞു 2012 ഇന്നോവ G4 ഇറങ്ങുന്ന സമയത്ത് ആകെ 12 ലക്ഷം രൂപ വില ഉള്ളൂ. അതേ വെച്ചിട്ട് 2012 ഇന്നോവ G4 5 രൂപ കിട്ടുമോ, 6 കിട്ടുമോ, 7 കിട്ടുമോ? വ്യത്യാസം. ഇപ്പോൾ ഇന്നോവയുടെ കമ്പനി ആണെങ്കിൽ പറയും. അതേപോലെ തന്നെ ഈ തരുന്ന ആൾക്കാരും ഈ വില വെച്ചിട്ടാണ് കമ്പനി വണ്ടി തരിക. ഇതാണ് എൻ്റെ ഒരു നിങ്ങൾ ചോദിച്ചാൽ മറുപടി. നിങ്ങളെങ്ങനെയാണ് എന്തായാലും ഇന്ന് 11 ഉണ്ടെങ്കിൽ 2021 വണ്ടിക്ക് എന്തായാലും 10.5 ലക്ഷം രൂപ വില ഉണ്ടാവും. അതൊന്നും അറിയാമോ? ഇതേമാതിരി കറക്റ്റായിട്ട് പറഞ്ഞ് കഴിഞ്ഞോളന്നില്ല. നമ്മൾ കറക്റ്റ് അടിസ്ഥാനമുള്ള വിലകൾ കറക്റ്റ് പറയുന്നുണ്ട്. ചെക്ക് ചെയ്തോളി, ചെക്ക് ചെയ്ത് തരാൻ പറ്റും. നമ്മൾ വലിയ വർത്തമാനം പറയില്ല. ഇതാണ് ഇതിന് കറക്റ്റ് കാര്യങ്ങൾ. 11.5 ലക്ഷം രൂപ വില വരുന്ന വണ്ടി നമ്മൾ ചോദിക്കുന്നത് വെറും 6.5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം കുറച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഈ വണ്ടീന്റെ വില 21 മോഡൽ ഡീസൽ വണ്ടി സ്വിഫ്റ്റ് കിട്ടുമോ ഈ വിലക്ക്? ആൾട്രോസ് അടിപൊളി വണ്ടിയാണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ്. സേഫ്റ്റിന്റെ കാര്യത്തിൽ സേഫ്റ്റി റേറ്റിംഗിൽ നിങ്ങൾ പിന്നെ ടാറ്റന്റെ ഒരു വണ്ടി നോക്കണ്ട. 5 സ്റ്റാർ റേറ്റിംഗ് പിന്നെ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം മെറ്റലൊക്കെ അബ്ബാര മെറ്റലാണ്. ഒരു ഇടി ഒന്നും അങ്ങനെയൊന്നും. പിന്നെ പപ്പടാവുന്ന വണ്ടികൾ ടൊയോട്ട, പപ്പടാവുന്ന വണ്ടികൾ പിന്നെ മാരുതി, പപ്പടാവുന്ന വണ്ടികൾ നിസാൻ്റെ ഈ കൊച്ചു വണ്ടികൾ, പപ്പടാവുന്ന വണ്ടി ഈ ഡാറ്റ്സൻ്റെ കൊച്ചു വണ്ടികളൊക്കെ പപ്പടം ആണ്. നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്യാണ് കാണിക്കുന്നത്. പല ആളുകൾ പറയും അതിലുള്ളവർ എന്നോട് വിഷമം വിചാരിച്ച കാര്യമില്ല. ഓരോ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വാങ്ങിയിട്ടുണ്ടാകും. പക്ഷേ എന്താണ് കേസ്, ഇടി സേഫ്റ്റി ഇല്ല. നമ്മളെ തടിക്കാണ് ഫുൾ പൈസ. നമ്മൾ തടി ഉണ്ടായിട്ട് നമ്മളൊക്കെ വാങ്ങി. നമ്മളെ തടിക്കാണ് ഫുൾ പൈസ. നമ്മളെ മൈൻഡാണ് ഫുൾ പൈസ. ഈ മൈൻഡും തടിയാണ് നമ്മളൊക്കെ വാങ്ങിയത്. അപ്പോൾ നമുക്ക് വേണ്ടി നല്ലത് ഉപയോഗിക്കുക.
കുറച്ചൊക്കെ നല്ലത് ഉപയോഗിക്കുക. കുറച്ച് കാര്യങ്ങൾ എല്ലാം വേണമെന്നില്ല, ഉള്ളത് ഒരു നല്ലത് ഉപയോഗിക്കുക. അത് ഒക്കെ നല്ലതല്ല. എല്ലാ കമ്പനികളും നിർബന്ധമായിട്ട് ഗവൺമെന്റ് ഇത് കൊണ്ടുവരണം. ഇപ്പൊ 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. ഈ 6 എയർ ബാഗിനുള്ള കൂടി ആൾക്കാർ മരിച്ചു. അത് ഉള്ളിത്തോല് പോലത്തെ വണ്ടിയിനകത്ത് 6 എയർ ബാഗ് കൊടുത്ത് എപ്പം പൊട്ടി വെച്ചാൽ പറയും അത് വിട്. ഇത് പറയും ടാറ്റ മുത്താണ്, രത്തൻ ടാറ്റ എല്ലാം കൊണ്ട് മുത്താണ് ആള്. അപ്പൊ ലോൺ എത്ര കയറുമല്ലേ? അപ്പൊ ഫുള്ള് ലോൺ കിട്ടും. 6.5 ഫുള്ള് ലോൺ കിട്ടും. ചോദിക്കാണ്ടോ? വേറൊന്നുമില്ല. കൂടുതൽ ചോദിച്ചാൽ നമ്മൾ ആൾക്കാർ ഇതാക്കുകയാണ്. പോളോ KL 23 രജിസ്ട്രേഷൻ പോളോ ആണ്. പറഞ്ഞോളൂ. 2019 മോഡലാണ്. ഡീസൽ പോളോ ഹൈലൈൻ പ്ലസ്, 50,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞല്ലോ. ഡീസൽ പോളോ ഹൈലൈൻ പ്ലസ് ആണ്, 50,000 ഓടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 8,75,000 രൂപയാണ്. 1.5 ഉള്ളൂ. മറ്റേ GT-ലാണ് 1.6 വരുന്നത്. അല്ല 2 ഇറങ്ങിയില്ല ഡീസലിൽ. 1.2 പഴയ വണ്ടികളാണ് 2 ഇറങ്ങുന്നത്. ഈ 2013 ശേഷം 14 ലക്ഷം വണ്ടികളൊക്കെ 1.5 ആണ് ഡീസൽ എഞ്ചിൻ വരുന്നത്. പിന്നെ GT വരുമ്പോൾ ഇതിൽ GT വരുമ്പോൾ 6 ഗിയർ വരും, ഇതിന് 5 ഗിയർ ഉണ്ടാവുള്ളൂ. 8.25 ചോദിക്കുന്നത്. 19 മോഡൽ ഉണ്ട്, പക്ക മോഡലാണ്. വലിയ ഓട്ടോ ഓടിയില്ല, ഡീസൽ ആയതുകൊണ്ട് തന്നെ 50,000 18 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. 8.25 ചോദിക്കുന്നു. ഒരു 8 വരെ ലോൺ കിട്ടും. 8 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ പഴയ പുതിയ പോളോനോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും, പഴയ പോളോ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാവും. പക്ഷേ ഡീസൽ പോളോയിൽ പഴയത് പുതിയതല്ല, ഏറ്റവും ബെറ്റർ പുതിയതാണ്. 4 സിലിണ്ടർ വരുന്ന നല്ല വണ്ടി, മറ്റേ 3 സിലിണ്ടർ വരിക. എന്നും ചീച്ചിലായിരിക്കും, മൂക്കലിച്ചിലുമാതിരി. അത് ഇതല്ലേ പെട്രോളല്ലേ? ഡീസൽ 1.2 3 സിലിണ്ടർ. ഇത് 1.5 4 അല്ലേ? ഇത് 1.5 4 അല്ലേ? ഇത് 1.5 1500 cc. അതല്ല 1.45 4 സിലിണ്ടർ അല്ലേ? ഇത് 4 സിലിണ്ടർ. നിങ്ങൾ 3 സിലിണ്ടർ പറഞ്ഞപ്പോഴാണ് 3 സിലിണ്ടറിലാണ് കംപ്ലൈന്റ് കൂടാന്ന് പറഞ്ഞത്. അത് പഴയത്, അത് വളരെ പഴയത്. പെർഫോമൻസ് വൈസ് ചോദിച്ചാൽ 1.5 ഡീസൽ എഞ്ചിന്. ഇതിനങ്ങാട്ടി പെർഫോമൻസ് വണ്ടി കൂടെ ഉണ്ട്. 1.5 GT 6 സ്പീഡ് ഗിയർ ബോക്സ്, ESP കൂടുന്ന വണ്ടി. അതാണ് ഒന്നുകൂടി പെർഫോമൻസ് ഉണ്ടാവുക. പക്ഷേ പോളോ ഡീസൽ കിട്ടാനില്ല, പെട്രോൾ കിട്ടാനില്ല. ഇതിന് മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ട്. മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ. പ്രൈസ് ലോൺ 8.25 ചോദിക്കും. 8 വരെ ലോൺ കിട്ടും. ഇനി ഒരു ഡീസൽ 7 സീറ്റർ കാണാം. KL 32 ചേർത്തല രജിസ്ട്രേഷനുള്ള റിനോ ലോഡ്ജിയാണ്. അതെ, ചേർത്തല കേൾക്കുമ്പോൾ ഫ്ലഡിന്റെ പേടി ആൾക്കാർക്ക് ഫ്ലഡ് ഒന്നുമില്ല. 2017 ലോഡ്ജി സ്റ്റെപ്പ് വേ എന്ന് പറഞ്ഞ മോഡൽ. സ്റ്റെപ്പ് വേ 85 110 ഉണ്ട്. ഇത് 85 ഇഞ്ചിൽ ടോപ്പ് ആൻഡ് ഓപ്ഷൻ, XLD ഓപ്ഷൻ. സ്റ്റെപ്പ് വേ പറഞ്ഞാൽ ഏറ്റവും ലിമിറ്റഡ് എഡിഷൻ വണ്ടി. അന്ന് വില ഏകദേശം 14 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. അന്ന് ഇറങ്ങുന്ന ഓൺ റോഡ് പ്രൈസ് 14 ലക്ഷം രൂപ വില വരുന്ന വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 5,25,000 രൂപയാണ്. 5.25 ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി 7 സീറ്ററിൽ ഒരു 18 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. വേറെ വർക്കൊന്നുമില്ലല്ലോ? അല്ല, ഓൾറെഡി പെൻഡിങ് വർക്കുകളൊന്നുമില്ല. പിന്നെ മോഡലിൻ്റെതായ ഗുഡാണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. 2 എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 17 മൈലേജ് എന്തായാലും കിട്ടും. 85 ആയത് കാരണം 17 എന്തായാലും കിട്ടും. ലോൺ വന്നിട്ട് ഒരു 4.5 ലോണും കിട്ടും. മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും ഓക്കെ. സെമി പ്രീമിയം സ്കോഡ റാപ്പിഡ് KL 63 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് മോണ്ട് കാർലോ. മോണ്ട് കാർലോ എന്ന് പറഞ്ഞാൽ റാപ്പിഡിനകത്ത് ഒണിക്സ്, സ്റ്റൈല്, ആംബിഷന്, സ്റ്റൈൽ പ്ലസ് അതിൻ്റെയൊക്കെ മുകളിൽ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് പവർ കൂട്ടി ഒരു സ്പോർട്സ് മോഡൽ ഇറക്കിയ വണ്ടിയാണ്. ഇതിന് ഒരുപാട് ഇന്റീരിയർ മാറും, അതേപോലെ തന്നെ അലോയ്സ് മാറും. പിന്നെ നല്ല ചില വ്യത്യാസങ്ങൾ മോണ്ട് കാർലോ ഒക്കെ ഉണ്ട്. അത് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. എന്നാലും മോണ്ട് കാർലോ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. 2019 മോഡൽ, 70,000 കിലോമീറ്റർ, 69 കിലോമീറ്റർ ഓടി, ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ സമയമാണ് 2019 ഇറങ്ങുന്ന സമയത്ത് 18,80,000 രൂപ ഓൺ റോഡ് വരുന്ന വണ്ടിയാണ് മോണ്ട് കാർലോ. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 11 ലക്ഷം രൂപയാണ്. നമ്മൾ ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് മാന്യമായിട്ട് കുറച്ച് കൊടുക്കും. DSG ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക്കലി സ്മൂത്ത് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന പവർ നമുക്ക് ആ ഗിയറിൽ കിട്ടും. അതെ, 1500 cc ഡീസൽ ഓട്ടോമാറ്റിക് എഞ്ചിൻ, DHP 100ന്റെ മുകളിലാണ്. ഓക്കെ. ലോൺ എത്രയാണ് പറഞ്ഞത്? ലോൺ ഒരു 9 ലക്ഷം വരെ ലോൺ കിട്ടും. അതെ. അങ്ങനെ നമ്മൾ അവസാനത്തെ വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. KL 5 രജിസ്ട്രേഷൻ കോട്ടയം വണ്ടിയാണ്. i20 ആക്റ്റീവ് SX പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ്. 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് ഫ്യൂല്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് 2016 മോഡൽ. ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. i20ക്കാളും വില കൂടുതലാണ് വണ്ടിക്ക്. പക്ഷേ i20 അത്ര ആരാധകർ വണ്ടിക്ക് ഇല്ല. പക്ഷെ വണ്ടി പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അതിനെക്കാട്ടി ഒരു കൂടുതലാണ്. അടി തട്ടുന്ന പരിപാടികളുടെ കാര്യമൊന്നുമില്ല. വണ്ടി കാണാനും ഓടിക്കാനും ഇരിക്കാനൊക്കെ കംഫർട്ടാണ്. ഇതിനെക്കാട്ടി കൂടുതൽ ആരാധകർ i20ക്കാണ്. പക്ഷെ വണ്ടി i20യേക്കാൾ വെയിറ്റ് വിലയും കൂടുതലാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ വില 5,35,000 രൂപ മാത്രമാണ്. പകുതി വില. അതെ, 11 ലക്ഷം രൂപ അടുപ്പിച്ച് വില ഉണ്ട്. 10.25 വിലയുള്ള വണ്ടിക്ക് 5.35 ഒരു 5 വരെ ലോൺ കിട്ടും. 2016 മോഡല്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഒട്ടനവധി ഒരു 55 വണ്ടിയുള്ള സ്റ്റോക്ക് ഉണ്ട്. ഈ കാണിച്ചതും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടിയാഗോ, ഗ്രാൻഡ് ഐറ്റൻ, പോളോ, സ്വിഫ്റ്റ്,
അതേപോലെ മഹീന്ദ്ര XUV, അതേപോലെ തന്നെ പിന്നെ നിസാൻ സണ്ണി, നിസാൻ മൈക്ര, മോഡൽ കുറഞ്ഞ 14-15 വർണ്ണങ്ങൾ ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് പറഞ്ഞെന്നുള്ളൂ, കൂടുതൽ വെയിലുള്ള പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാത്ത കളി. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അവസാനത്തെ വണ്ടിയായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി പരാതി ഉണ്ട്. ചേച്ചി ഒരു മിനിറ്റ് പരാതികൾ സോൾവ് ചെയ്ത് തരാം. ചേച്ചി ഉണ്ടാവും. പരാതി ഫുള്ള് മൂപ്പത്തിയാണ്, ഞാനല്ല ഫോൺ കാത്ത്. ഇത് വെറുതെ ഒന്ന് കാണുക. അപ്പൊ ഫോൺ കാത്ത ആളിതാണ്, പിന്നെ പണ്ട് കാര്യമില്ല. മറുപടി കിട്ടിയില്ലെങ്കിൽ ചേച്ചിനെ തെറിവിളിച്ചോടി എന്നെ വിളിക്കരുത്. അപ്പൊ ഓക്കെ ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് പോട്ടെ, ഷെയർ വരട്ടെ, എല്ലാം വരട്ടെ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ല കമന്റും ബാഡ് കമന്റും ഒക്കെ ആയിക്കോട്ടെ. എന്തായി ഏതാ മൊത്തേ ഇൻസ്റ്റ സിറ്റി കാർ ഹബ്ബ് 10K ആവാനായി. അപ്പൊ ആരെങ്കിലും ഫ്രീ ആണ് സമയത്തോടെ ഇൻസ്റ്റ ഒന്ന് കാണുക, ഇഷ്ടപ്പെട്ടൊന്ന് ഫോളോ ചെയ്യുക. നമ്മളൊരു 20,000 ആവുന്ന സമയത്ത് 20K ആവുന്ന സമയത്ത് ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. ഗംഭീര സംഭവമായിരിക്കും. ലോട്ടറിയുടെ പരിപാടി നമ്മൾ ചെയ്യാൻ അറിയാലോ. ഗംഭീര സാധനം വിടും. ഇതിൽ തന്നെ ടീം ടാക്കിൽ വിടും. അടുത്ത ആയിക്കോട്ടെ. ബൈ.